വാട്സ്ആപ്പ് ഗൈസ്, ആഫ്റ്റർ ലോങ് ടൈം ഞാനൊരു വ്ളോഗ് എടുത്തിട്ട് ഒരുപാട് എന്താ പറയുക, ഏകദേശം ഒരു 2 വർഷത്തിൽ പുറത്തായി ഞാനൊരു വ്ളോഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പം എന്താ ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറേ നാളായില്ലേ, അപ്പോൾ പഴയതൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ അബി ബ്രോ ഒരു കോൺസെപ്റ്റുമായിട്ട് വിളിച്ചു. അപ്പം ജസ്റ്റ് ഒന്ന് വന്ന് അഭിനയിക്കാൻ പറഞ്ഞു. അഭിനയമാണല്ലോ നമ്മുടെ മെയിൻ പണി. അപ്പം നമ്മുടെ നാട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്തോട്ടുള്ള ഒരു വയൽ പ്രദേശമാണ്. ഇത് പണ്ട് വയലായിരുന്നു, ഇപ്പോൾ ഒരു കുളം പിടിച്ച് കിടക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പം വേറൊന്നുമില്ല, ഇതൊരു ജസ്റ്റ് ഒരു വ്ലോഗ്, അത്രേ ഉള്ളൂ. അപ്പോൾ വായോ. വെള്ളത്തിൽ കാല് വെച്ചോ, നല്ല വെള്ളം. ഇത്ര നാച്ചുറൽ ലുക്കുള്ള എന്നെ കണ്ടിട്ട് പറയുകയാണ് എനിക്ക് നാച്ചുറാലിറ്റി ഇല്ലെന്ന്. എങ്ങനെ പറയാൻ മനസ്സ് തോന്നി നിങ്ങൾക്ക് എന്നെ ഇത്ര സുന്ദരനും സുമുഖനും സർവോപരി സദ്ഗുണ പരിത്യാഗിയുമായിട്ടുള്ളതിനെ കണ്ടിട്ട്? പറഞ്ഞിട്ട് കാര്യമില്ല. 2K കിഡ്. കുറേ നേരമായിട്ട് നടക്കാൻ പറഞ്ഞ് നടന്ന് എൻ്റെ കാലിലെ ചെരുപ്പ് വരെ തേഞ്ഞ്. സംഭവം വേറെ ഒന്നുമല്ല, ഇവിടെ തൊഴിലുറപ്പ് ചേച്ചിമാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുവാ കാര്യം. ക്യാമറമാൻ അതീവ ജാഗ്രതാരൂതനായി ഇന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൊഴിലുറപ്പ് ചേച്ചിമാർ അവരാണ് പുറകെ വരുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു ദേവീക്ഷേത്രമാണ്. ഇതൊരു മഠത്തിൻ്റെ കീഴിലുള്ള കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കടൂക്കാവെന്നാണ്. ഇത് നമ്മുടെ നാടുമായിട്ട് ഭയങ്കര ബന്ധമുള്ള, അതായത് നാട്ടിലെ ചരിത്രപരമായിട്ട് ബന്ധമുള്ള ഒരുപാട് പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇത്ര പഴക്കമുണ്ടെന്ന് പറയാൻ കാരണം ഈ ഇരിക്കുന്ന ശിലകൾ തന്നെ നോക്കിയാൽ അറിയാം. ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു രൂപമാണിത്. ഇതുപോലെ തന്നെ ഒരുപാട് ശിലകൾ ഇവിടെ ഉണ്ട്. അവിടെ കാണുന്ന സർപ്പകാവാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം വിശ്വാസപരമായിട്ടും പിന്നെ ഞാനും ഈ ഒരു മേഖലയിലായതുകൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് പോയി കൈ കടത്തുന്നില്ല. ഇവിടം വരെ കാണിക്കുന്നുള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ പ്രധാന ശല്യം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, റോഡ് സൈഡിൽ പട്ടി ഒന്ന് പേടിപ്പിച്ചോട്ടിച്ചാൽ പോലും ഈ ശുരങ്ങന്മാർ പോകത്തില്ല, അന്നത്തെ കാര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, നല്ല സ്നേഹമുള്ള നായകളാണ്. കണ്ടോ എന്തൊരു അനുസരണം. ഓ ഗായ്സ്, ഒരു മിനി കാർ ഷോറൂമിൽ കയറിയ അവസ്ഥയാണ്. ഇതെന്തോ ഇത് കാറ് പോട്ടെ, ഇവിടെ തലയാട്ടുന്ന എന്തോ ഒരു ഐറ്റം. ബുദ്ധനാണോ ഇത്? ബുദ്ധനാണോ? ഇത് ബുദ്ധനാണ് ഗൈസ്. പിന്നെ ഉടുക്ക്, വെള്ളിമാല, വല്ല സ്വർണ്ണമാല ഇട്ടുകൂടെ? അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒന്ന് തൊഴുതേര കാണിക്ക വഞ്ചി വെക്കും ഉടനെ തന്നെ. താഴെ ഉണ്ട് ഒരെണ്ണം. താണ്ടിരിക്കുന്നു കാറ്. എന്തുവാടെ ഇതിനകത്തെല്ലാം നോക്കി കാറാണോ? ഇതെല്ലാം ഇങ്ങനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ, അഭിജിത്ത് നാരായണനെ കൊണ്ട് മാത്രം. നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കട തപ്പി ഭരണിക്കാവ് വരെ വന്നു. അവസ്ഥ, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ഒരു 10 രൂപയുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 7 കിലോമീറ്റർ വന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നതും ഈ ഒരു ട്രാഫിക് സിഗ്നൽ കാരണമാണ്. അത് മാത്രമല്ല, ഈ ട്രാഫിക് സിഗ്നലിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ട്രാഫിക് സിഗ്നൽ ഈ സൈഡിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ എത്ര മിനിറ്റോളമാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാം കറക്റ്റ്, ഡയലോഗ് പ്രസൻസ് കറക്റ്റ്, വീഡിയോ എടുപ്പ് കറക്റ്റ്, എല്ലാം കറക്റ്റ്. പക്ഷേ പറഞ്ഞാക്ക് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓണാക്കി സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം അറിയത്തില്ല. ഭയങ്കര പരിഷ്കർത്താവും ഇങ്ങനെ പോയാ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളായിട്ട് കളയേണ്ടി വരും. മിക്കവാറും ഈ വീഡിയോ ഫുള്ള് ചായ വ്ളോഗ് ഒന്നും പറഞ്ഞ് ഇടാൻ പറ്റത്തുള്ളൂ, കാരണം വേറെ ഒന്നുമില്ല. ആ പാടത്തിൽ നിന്ന് തുടങ്ങി ഇതുവരെ ചായ. എന്നാൽ എവിടെയെങ്കിലും ഒരു നല്ല ചായക്കട കണ്ടേ, നല്ലൊരു ഹൈജീനിക് ഉള്ളൊരു കട കണ്ടേ. എവിടുന്ന് ലാസ്റ്റ് നമ്മളെത്തി കടച്ചൊക്കെ അടിച്ചു തരാവേ. ഒരു ഗൈസ്, നമ്മളങ്ങനെ ഒരു ചെറിയ കടയിലാണ് എത്തിയിരിക്കുന്നത്. അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ചായ കുടിച്ചിട്ട് പൈസയൊക്കെ കൊടുക്കും. ഇത് ചുമ്മാ പ്രമോഷന് വേണ്ടി എടുക്കുന്നൊന്നുമല്ല.
ഇപ്പം കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. ഇത്രയും നടന്ന് നല്ലൊരു ചൂട് ചായ കുടിച്ചപ്പം അല്ലെങ്കിൽ മലയാളികളുടെ ഒരു വികാരമാണ് ചായ കുടിക്കാത്തവരായിട്ട് ആരുണ്ട്? പലരും പറയും, പക്ഷെ ഇവനെ കിടത്തി വിട്ട ആരും ഇല്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുമ്മാ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ അപ്പോൾ വീണ്ടും കാണാം.